എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സൂസൻബേരി തന്നെയുള്ള ഒരു ഫാമിലാണ്. നമ്മൾ കാനഡയിൽ വന്നിട്ട് ഇതുവരെ ഒരു ഫാം ഹൗസുകൾ അല്ലെങ്കിൽ ഫാമിലേക്ക് നമ്മളിതുവരെ പോയിട്ടില്ല. സൂസൻബേരി തന്നെയാണ് ഇതുള്ളത്. ഫാമൊക്കെ നമ്മൾ പുറമേ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഫാം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഫാമിൻ്റെ പുറമേക്കടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇതിനകത്തേക്ക് ഇതുവരെ നമുക്ക് കയറാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് വന്നത്. ഇത് ചെറിയൊരു ഫാമാണ്. ഇതൊരു പ്രായമായിട്ടുള്ളൊരു അപ്പൂപ്പൻ നടത്തുന്ന ഈ ഫാമാണ്. ഫാമിൻ്റെ പേര് മോക്കിംഗ് ബേർഡ് ഹിൽ ഫാം എന്ന് പറഞ്ഞൊരു ഫാമാണ്. നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇത്തരത്തിലൊരു ബോർഡ് കാണാൻ പറ്റും. ഇതുണ്ടല്ലേ, ഇതെന്തോ ഒരു സാധനമാണ്. ഈ കൃഷിക്കായിട്ട് ഉപയോഗിച്ചിരുന്ന എന്തോ ഒരു മെഷീനറിയാണ്. പക്ഷേ ഇതെന്താണെന്നുള്ളതിനെക്കുറിച്ച് പിടി കിട്ടുന്നില്ല. അപ്പം ഇത് നമ്മുടെ ഒരു പ്രായമായ അപ്പൂപ്പന. ഞങ്ങൾ അകത്ത് പോയി അപ്പൂപ്പനെ കണ്ടു. അപ്പോൾ പുള്ളിയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോർഡ് വയ്ക്കുമ്പോൾ ഇതുണ്ടോ, ഫാം വിസിറ്റ്, പ്രായമായ ആളുകൾക്ക് $6, കിഡ്സിന് $4, അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ. ഇവിടെ പിന്നെ ഒത്തിരി ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ, ഗോഡ് വാക്ക് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞങ്ങൾ പൈസ ഇതിനകത്തേക്ക് ഇട്ടാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പേ ദ ബാൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ടാൽ മതി. നമ്മൾ ഇതിലേക്ക് പൈസ ഇട്ടു. അപ്പോൾ പിന്നെ നമ്മളിവിടെ പോയി കണ്ടു. അത് നമ്മൾ അകത്തേക്ക് കയറി പോകണം. ഇത് ഈ സ്നോ ഷൂ ആണ് കേട്ടോ. ഇത് മഞ്ഞുള്ള സമയത്ത് മഞ്ഞത്തോടെ ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു സ്നോ ഷൂ ആണിത്. ഇത് നോക്കിയേ, ഇത് വളരെ പഴയൊരു സാധനമാണ് കേട്ടോ. വളരെ പഴയ മനോഹരമായ പൂക്കളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ശരിക്കും ഒരു ഫാമിൻ്റെതായ മെഷീനറീസും ചെറിയ സ്റ്റോറേജ് ഹൗസ് പോലത്തെ സംഭവവും എല്ലാം ഉണ്ട്. പക്ഷെ ഇത് ഒത്തിരി എന്ന് പറയുന്നത് ഒരു ഫുൾ സ്വിംഗിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാം അല്ല. പണ്ട് നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന ഇപ്പം അപ്പച്ചന് പ്രായമായിട്ടാന്ന് തോന്നുന്നു. നോക്കി നിർത്താൻ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ലോക്കൽ ന്യൂസ് പേപ്പറിൽ ഈ ഫാമിനെ കുറിച്ചൊരു ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പുള്ളി റിട്ടയർ ആകാൻ പോകുന്നില്ല, പരിപാടി നിർത്താൻ പോകാന്നൊക്കെ പറഞ്ഞോണ്ട്. പക്ഷെ കൊള്ളാം, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ സംഭവം ഉണ്ട് കേട്ടോ. ഇതെന്തോ ഇതിൻ്റെ മൂസിൻ്റെ കൊമ്പാന്ന് തോന്നുന്നു ഇരിക്കുന്നത്. ഇത് ഈ കോഴിയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇതിനകത്ത്. എന്തായാലും ഇതിനകത്ത് കയറി നോക്കാം. കിഡ്സ് അണ്ടർ 14 മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ ആൻ അഡൾട്ട്. ബാ, ഞാനുണ്ട് കൂടെ. അപ്പം നല്ല സ്മെല്ലുണ്ടേ. ഇതൊരു ആട്ടും കൂടാണല്ലോ ഇവിടുത്തെ. ഇല്ലില്ല, ഇതിനകത്ത് ഇതേ ആട്ടും കൂട്. മരുന്ന് നോക്കിയേ. ഇതേ ഇവർക്ക് ഈ സമ്മർ സമയത്ത് ഇവർ ഈ പുൽകൃഷിയൊക്കെ നടത്തി ആ പുല്ല് മുഴുവൻ എടുത്ത് ഉണക്കി സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അതാണ് വിന്ററിലും കൊടുക്കുന്നത്. കൊള്ളാല്ലേ? കിടന്ന് കരയുക. കുറച്ചായിട്ടുള്ളൂ. ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, പുല്ല് സൂക്ഷിച്ചേക്കണം നോക്കി. ഇവരിങ്ങനെ ഈ കൃഷി ചെയ്തിട്ട് സമ്മറിൽ കൃഷി ചെയ്തിട്ട് അതിങ്ങനെ ഉണങ്ങി സൂക്ഷിച്ചേക്കുന്നതായി കാണുന്നത്. വിന്ററിലും കൊടുക്കാൻ പറ്റും. അതുണ്ടോ, ഇത് ഇവിടുത്തെ പഴയ ഈ ഫാം, ഇങ്ങനെ ഫാമിലെ പഴയ ഫോട്ടോസ് ആട്ടോ ഈ കാണുന്നതൊക്കെ. നോക്കി, ഇതുണ്ടോ, ഇതൊക്കെ പഴയ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ആ കയറി വരുമ്പോ അവിടെ കാണുന്ന ഒരു കുതിരവണ്ടി കേട്ടോ ഇത്. ഓ, ഇതാണത്. അപ്പൊ ഇത് ഭയങ്കര വലിയൊരു ഫാം ആയിരുന്നു ഒരു കണക്കിന്. ഹോഴ്സ് ഇപ്പോഴും കാണുമായിരിക്കും ചിലപ്പോ. നോക്കി അറിയാം. എന്താടാ ഇതേ, ആടിന് വെള്ളം കുടിക്കാനുള്ള സ്ഥലം. ഇതൊരു കുഞ്ഞി ആടാണുള്ളത്. ഇതൊരു പ്രത്യേക സൈസ് ആടാണല്ലോ. ജെയ്സി അവിടെ ആടിനോട് സംസാരിച്ചോണ്ടിരിക്കോട്ടെ. 2 കുഞ്ഞാട്ടും കുഞ്ഞുങ്ങള്. ഇത് മുട്ടനാടാണോ പെട്ടയാടാണോ, ആടാണോ പെണ്ണാണോ? ഇത് ഈ കുതിരയുടെ ആണോ ഈ സംഭവമൊക്കെ കാണുന്നത്? കുതിരയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇവിടെ. ഇതുണ്ടോ? ഏത്? ഇതാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഇവിടെ ഒരു റേഡിയോ ഏതാണ്ട് വെച്ചിട്ടുണ്ടേ. ഇത് നിങ്ങൾക്ക് പാട്ട് വെച്ച് കൊടുത്തേക്കോ. അല്ലല്ല, ആട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള തോന്നുന്നു. ഈ സാധനമാണ്, ഇതിലാണ് ഈ പുല്ല് കുത്തിയെടുക്കുന്നത്. ഇതുണ്ടോ, പുല്ല് കുത്തിയെടുക്കുന്ന ഒരു തൃശ്ശൂലം പോലത്തെ ഒരു സാധനം. നമ്മൾ അതിന്റെ വെളിയിലേക്ക് ഇറങ്ങി. ഇവിടെ ഇതുണ്ടോ, ഇതുണ്ട്. ഇത് വളരെ പഴയതാണ്. ഇതിവിടെ കാണുന്ന ഈ ഗൂസിന്റെ കൊമ്പാട്ടോ ഇത്. കണ്ടോ, നമ്മുടെ നാട്ടിലെ മറ്റേ മാനല്ല, എന്താന്ന് പറയുന്നതിന്, മാവ് പോലത്തെ അതിന്റെ ഒരു തലയുടെ ഭാഗം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഒരുപാട് പ്രായം ചെന്ന സംഭവം കേട്ടോ.
അതുകൊണ്ടാണ് നമ്മളിത് ഇതുവഴി പണ്ട് വന്നത്. വലിയ രീതിയിൽ പ്രവർത്തിച്ചതാണെന്ന് കണ്ടോ? എത്രയോ ഇത് ഇത് നോക്കിയേ. ആന്തൽവിളക്കൊക്കെ നോക്കി. ഇതെങ്ങ നോക്കിയേ, ഇതുണ്ട് ഇതിനകത്തിരിക്കണം നോക്കിയേ. ഇത് പുള്ളിയുടെ ഒരു ഗോഡൗൺ പോലെ പുള്ളി സ്റ്റോറേജ് ഹൗസ് ആട്ടോ. ഇതുണ്ടോ സകല സാധനങ്ങളും ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കാലത്തൊക്കെ ഇവിടെ മുഴുവൻ കൃഷി ഉണ്ടായിരുന്നതാണേ. അവിടെ കുറെ കൃഷി ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ചിലപ്പോ ഹോഴ്സും എല്ലാം ഉണ്ടായിരുന്നു. അതുങ്ങളുടെ പശുക്കള് നോക്കിയ വേലിക്കെട്ട് പോലെ നമ്മൾ കണ്ടിട്ടില്ലേ? കാനഡയില് നമ്മൾ നേരത്തെ കണ്ട ഫാമുകളിലൊക്കെ കുതിരയാണെങ്കിലും പശുക്കളാണെങ്കിലും ഇതേപോലത്തെ വേലിക്കെട്ടിന്റെ അകത്ത് ഇട്ടിട്ടല്ലേ അതുങ്ങളെ തീറ്റ ഇടാൻ വേണ്ടി മേയാൻ വിടുന്നത്. അതേപോലെ തന്നെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടെ. എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ ഫീഡ് ചെയ്യാൻ തോന്നുന്നത് കേട്ടോ. ഇതുങ്ങളെ അതാ പുള്ളി പറഞ്ഞു സ്നാക്സ് അല്ല എന്തോ പൈസ ഇതിനകത്ത് ഇടണം, എന്നിട്ട് ഇത് എടുക്കണം. മനസ്സിലായോ? എന്നിട്ട് അതായത് ഇതിനകത്ത് കൊടുക്കാം. ഇതിനകത്ത് ഇടുക. ഇതുണ്ടോ നമ്മൾ ഈ കാണുന്നതുണ്ടല്ലോ, ഇത് ഈ ഗോഡ് വാക്കാണ്. അതായത് ഈ കാണുന്ന ആടില്ലേ, ഇതേ എനിക്ക് നോക്കി ആശാൻ, ഇവന്മാർ ഇതിന്റെ മേളിക്കട കയറി നടക്കും. അതേക്കടെ ഇങ്ങനെ നടക്കും കണ്ടോ, അതിന്റെ മേളിക്കട ഇങ്ങനെ നടക്കും. അതാണ് പുറത്തിറങ്ങിയപ്പം ഗോഡ് വാക്ക് എന്ന് പറഞ്ഞോണ്ട് അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിന് തീറ്റ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ പോകും. നമ്മൾ ചേഞ്ച് എടുത്തില്ല. അത് നോക്കി, ഇതിങ്ങൾക്ക് തീറ്റ കൊടുക്കാനുള്ള പരിപാടി അറിയോ? ഇതിലേക്ക് ഇടുക. ഇവിടെ $2 $1 ഇടുക. $1 ഇടണം. $1 ഇട്ട് ചിറ്റി കഴിയുമ്പോൾ ഇതിനകത്തോടെ ഇത് വരും. ഇതിലും ഇങ്ങനെ എടുക്കുക, ഇത് ഇതിനകത്ത് ഇടുക, ഈ പാത്രത്തിലിടുക. പാത്രത്തിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാത്രത്തെ ഇതിങ്ങനെ മേളിലേക്ക് വലിക്കുക. ഇത് കണ്ടോ, പാത്രം കയറിപ്പോണ്ടോ, ആ തീറ്റ പോയി മേളി വീഴും. അതാണ് അതിന്റെ സംവിധാനം. കേട്ടോ, അയ്യോ അത് മൊത്തം തെറിച്ച് അങ്ങനെ വീഴും. അങ്ങനെ വീട് കഴിയുമ്പോൾ അത് തിന്നാൻ വേണ്ടി നിങ്ങൾ വരും. ഓക്കെ അതല്ലേ മെക്കാനിസം. നമുക്കൊരു പണിയാ, നമുക്ക് കുറച്ച് ഇട്ട് നോക്കാം. നല്ല ആട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ. അതിങ്ങനെ എന്തേലും തീറ്റ കൊടുക്കുമെന്ന് ഓർത്തോണ്ടാ തോന്നണേ. ഇതിനകത്തോടെ കോഴിയുണ്ട്. ഇത് 2 ആടുണ്ടല്ലേ. ഇവിടെ 2 ആട് നമുക്ക് കാണാം. കോഴിയുണ്ട്, കൊള്ളാം. ഇതിന് തീറ്റ കൊടുക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടോ, അതേക്കടെ നടക്കും. അതാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ. ഇതിൻ്റെ അകത്തോടെ ഇതിങ്ങനെ നിങ്ങൾ നടക്കും, വെളിക്കടെ കയറി. ഇതാവൻ വരുന്നുണ്ടോ, അവൻ നമ്മുടെ ക്യാമറയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ വന്നുകൊണ്ടിരിക്കുക. കുറേ കോഴികളുണ്ട് കേട്ടോ ഇതിനകത്ത്. കോഴിയോ? ബെൽറ്റൊക്കെ ഇട്ട് ഇവിടെ അതേപോലെ തന്നെ തീറ്റ കൊടുക്കാൻ വേണ്ടി ഒരു ടിന്ന് മേളിൽ ഇരിപ്പുണ്ടേ. നമുക്കതിങ്ങനെ വലിച്ചു വേണം താഴത്തേക്ക് എടുക്കാം കേട്ടോ. ആ വരുന്ന ടിന്നിൻ്റെ അകത്ത് ഈ അവിടെ ഏതാണ്ട് ഗോതമ്പ് പോലത്തെ ഏതാണ്ട് സാധനം വെച്ചേക്കുന്നത്. അതിട്ടിട്ട് നമുക്ക് മേളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ചാടും. അപ്പോൾ അത് തിന്നാൻ വേണ്ടി ഈ കോഴികളും ആടൊക്കെ കയറി വരുമെന്നാണ് പറയുന്നത്. നോക്കി കണ്ടോ, അടിപൊളി. ഇത് ഇവിടെ ഉണ്ടായിരുന്ന കുതിരയ്ക്ക് ഏതാണ്ട് വെള്ളം വെച്ചിരുന്ന സാധനം കേട്ടോ. ഇത് ബാത്ത് ടബാണ് ശരിക്കും, പക്ഷേ ഇതിനകത്ത് കുതിരയ്ക്ക് വെള്ളത്തിന് വേണ്ടിയൊക്കെ വെച്ചിരുന്ന സംഭവമാണ്, വെള്ളം കൊടുക്കാൻ വേണ്ടി. ഈ വേലി കിട്ടിയേക്കുന്നുണ്ടോ, ഇത് കണ്ടോ, ഈ വേലി കിട്ടിയേക്കുന്നൊക്കെ ചുമ്മാ ഒരു അല്ലേ മരം എടുത്ത് വെച്ചിട്ടേ. നല്ല രസമുണ്ട് ഇത്. ഇതിങ്ങനെ വളരെ പഴയതാട്ടോ. ഇത് ഒത്തിരി പഴകിപ്പോയി. 2 കോഴിക്കുഞ്ഞുങ്ങൾ അതേതുണ്ടോ, അതുങ്ങൾ പുറത്തിറങ്ങിയതാ. ആ പൂപ്പൻ പറഞ്ഞായിരുന്നു കോഴിക്കുഞ്ഞിനെയൊക്കെ കയ്യിലെടുത്ത് പിടിച്ച് ഫോട്ടോ എടുക്കാന്ന്. പുള്ളി പറഞ്ഞായിരുന്നു. ഇതുണ്ടോ, നമുക്കിനി മറ്റു സ്ഥലത്ത് പോയി നോക്കാം. ഇവിടെ ഒത്തിരി വലിയ മൃഗങ്ങളെ കാണികളൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ഇവിടെ ഒത്തിരി മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിരിക്കണം നേരത്തെ. പക്ഷെ ഇപ്പം അങ്ങനെ അധികം കാണുന്നില്ല. നമുക്ക് വെറുതെ പോയി നോക്കാം. ഇവിടെ കുറച്ച് കാടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൊമ്പ? എനിക്ക് തോന്നുന്നു ഇത് ആടിൻ്റെ കൊമ്പാണ്. ഇതുണ്ടോ, എന്തോ ഒരു സാധനത്തിന്റെ കൊമ്പാണിത്. ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നു. പഴയ ഒരുപാട് മിഷനറീസും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടാ, ഇത് നോക്കി, ഒരു ട്രാക്ടർ. പിള്ളേരുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തോ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് പിക്ക് ചെയ്യാന്ന് പുള്ളി പറഞ്ഞു. അതായത് കൃഷി ചെയ്തുണ്ടാക്കിയ അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇതാണ് നമ്മൾ വേറൊരു കൃഷി സ്ഥലത്തേക്ക് പറയും. ഇതാണ് നമ്മുടെ ആടിൻ്റെ ഉണ്ടേ. ഈ ആടും കോഴിയൊക്കെ ഇതിൻ്റെ മേളിക്കടെ ഇങ്ങനെ നടക്കും ചില സമയത്തേ. അതൊരു നല്ല രസമുള്ള കാഴ്ചയായിരിക്കും. ഇവിടെ എന്തോ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ഇത്? പയറാണോ? പയറ് പോലെ ബീൻസ് ആയിരിക്കുമേ.
ബീൻസ് പോലെ എന്തൊരു സാധനം തോന്നുന്നു ഇത് കണ്ടിട്ട്. ഇത് നമ്മുടെ മറ്റേ ഇതാന്നേ സൺഫ്ലവർ. ഇതുണ്ടോ, ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ അല്ലേ? ഒറിജിനൽ ക്രിസ്മസ് ട്രീ. ഇതൊക്കെ കേട്ടാ, ഇതേ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ കണ്ടൊരു കാര്യം എന്താണെന്ന് അറിയാമോ, നമ്മൾ ഈ വരുന്ന സ്ഥലത്തൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് അവിടെ ഇവിടെ കേട്ടോ ഒരു റേഡിയോ വെച്ചിട്ടുണ്ട്. നോക്കി, ഇത് ആർക്ക് കേൾക്കാനാ? നമ്മൾ വരുന്നവർക്ക് കേൾക്കാൻ വേണ്ടി ആയിരിക്കാം അല്ലേ? പഴയ ബെഞ്ച് കിടക്കുന്നുണ്ടോ, പഴയ ബെഞ്ചുകള്, ഇത് പഴയ കസേര, ഇതുണ്ടോ, ഇതുണ്ടോ, ഇതെല്ലാം തടി കൊണ്ടുള്ള ഒരു പരിപാടി. ഇതിനകത്തേക്ക് കയറും. ഇത് പഴയ ഇവരുടെ അതോ ഫാം ഹൗസ് പോലത്തെ ഒരു സംവിധാനമാണേ. ഇവിടെ ഉണ്ട് ഈ കൊമ്പുച്ചങ്ങളുണ്ടോ, ആ മൂസിന്റെ കൊമ്പ ഇരിക്കുന്നത്. ഇതുണ്ടോ, കാലത്തിനൊപ്പം മാറ്റം എന്ന് പറയുന്ന പോലെ കോവിഡ് സീസൺ ആയതുകൊണ്ട് സാനിറ്റൈസർ ഉണ്ട് ഇതിനകത്തേക്ക് കയറി പോകാനായിട്ട്. ഇതുണ്ടോ, ഇത് നമ്മൾ ഇതിനകത്ത് കയറി കേട്ടോ. എന്തൊരു സ്മെല്ലുണ്ട്. ആ കലണ്ടറിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ? ഫ്രഞ്ചിലാണോ അത്? രണ്ട് ലാംഗ്വേജിലും കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇതൊരു ചെറിയ ഇതാണ് ഇവരുടെ പഴയ ഇതൊരു ചെറിയ വീട്, ഒരു കുഞ്ഞു വീട്, ഇത്രേ ഉള്ളൂ. ഇതും ഈ കാണുന്ന ഇതും ഉള്ളൂ. കണ്ടോ, ഇവിടെ 2 പേർക്ക് കിടക്കാം. ഒന്ന് അവിടെ ഒരാൾക്ക് കിടക്കാം, ഒന്ന് ഇവിടെ ഒരാൾക്ക് കിടക്കാം. ഇതുണ്ടോ, ഈ സാധനമാണ് പഴയ കാലത്ത് നമ്മൾ ചൂട് കിട്ടുന്നതിനായിട്ട് വിറക് ഉപയോഗിച്ച്. ഇതിപ്പം പണ്ടത്തെ നമ്മുടെ ഇതാണ് നമ്മുടെ പണ്ടത്തെ, എനിക്ക് തോന്നുന്നു കേട്ടോ, എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. ഇപ്പൊ ഇവിടെ മഞ്ഞകാലത്ത് 6 മാസം എന്ന് പറയുന്നത് ഭയങ്കര വിന്റർ അല്ലേ, തണുപ്പ് കൊണ്ട് ഉണക്കി ഇരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇവിടെ ഈ വിറക് ഇതിനകത്ത് ഇട്ടിട്ടാണ്, ഇതുണ്ടോ, ഇതിനകത്തിട്ട് കത്തിക്കും. ഇതിനകത്തിട്ട് കത്തിച്ചിട്ട് പുക ഇതിനെ കൊണ്ട് മേളിൽ കൂടെ പോകും. ഇതിങ്ങനെ ചൂടാവും, ഇതിങ്ങനെ ചുട്ട് പഴുത്ത ഇതിനകത്ത് ചൂടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ചൂട് നിൽക്കും. അപ്പൊ അതിനുണ്ട്. അപ്പൊ ഈ വിറകൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത് പണ്ടത്തെ സംഭവം. ഇത് തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തടിയാണ്. ഇത് എന്തോ തടിയുടെ സംഭവം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊട്ട പോലത്തെ സാധനം കണ്ടോ, അതുണ്ടോ? എല്ലാം ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ അതേപോലെ കൃഷി നോക്കാൻ വേണ്ടി താമസിക്കുന്നത്. ഇത് ചൂല് പോലത്തെ, ഇത് പഴയ ചൂലാണത്. നമ്മുടെ നാട്ടിലെ ചൂല് പോലെ സാധനമുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ഇവിടെ എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള കൊമ്പുകളുണ്ട്. ഇത് ഏത് മൃഗത്തിന്റെ? ഇത് ആടിന്റെ കൊമ്പാണോ? ഇത് ആടിന്റെ കൊമ്പാണോ എന്ന് ബലമായ സംശയമുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇത് പഴയ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് പോലെ. നമുക്കിതൊക്കെ പുതിയ ഐഡിയാസ് അല്ലേ, നമുക്കിതൊക്കെ പുതിയ സംഭവം. ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെയാണിത് എന്നുള്ളത് കണ്ടോ. ഇവിടെ ഇങ്ങനെ കമ്പിളിയൊക്കെ ഉണ്ട്, കമ്പിളി പതിപ്പ്, വായിക്കാൻ പുസ്തകങ്ങള് എല്ലാം ഉണ്ട്. ഇതൊക്കെ അതേ നോക്കിക്കേ, ഇതൊക്കെ ഇവിടുത്തെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ചില ആയുധങ്ങളാണ് കേട്ടോ. നിലം ഒരുക്കി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കളക്കുന്ന കൂടെ സാധനം തോന്നുന്നു. ഇതുണ്ടോ, അത് അതിനകത്ത് പണിയുന്ന ഇതുണ്ടോ, ചെറിയ സാധനം. മണ്ണൊക്കെ ഒരുക്കി രസമുണ്ടല്ലേ? ഇത് പിള്ളേർക്ക് എവിടെയും പണിയാലും ഇത് ഉപയോഗിച്ച്. വെയിറ്റില്ല. ഇവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതിങ്ങനെ കാണാൻ വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ. ഇതുണ്ടോ, ഇവിടെ പഴയ കസേരയാണേ. ഇതുണ്ടോ, ഇത് നോക്കട്ടെ, വീഴുമെന്നുള്ളത്. സ്ട്രോങ് ആണോ? ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇതിന് 50 വർഷത്തിലും പഴക്കമുണ്ടെന്ന് തോന്നുന്നു. നോക്കി, ഇത് ഈ മഞ്ഞത്തൊക്കെ ഇരിക്കുന്ന, ഇതെടുത്ത് അകത്തിടുന്ന പരിപാടിയൊന്നും ഇല്ല. മഞ്ഞത്തൊക്കെ ഇതിങ്ങനെ മഞ്ഞത്തിങ്ങനെ ഇരിക്കും. ഇതൊരു വലിയ മരത്തിന്റെ കുറ്റിയായി കിടന്നേ. ഇതൊരു വലിയ മരം കണ്ട് ഇവിടെ നിന്നുണ്ട്. അതിന്റെ നടുക്കത്തെ പൂക്കള് ഉണ്ടാകുന്നുണ്ടോ? സമ്മർ ആയതുകൊണ്ട് നന്നായിട്ട് പൂവൊക്കെ തളിർത്ത് വന്നു, നല്ല റെഡ് കളർ. പൂപ്പം ഞങ്ങൾ കയറി വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഇവിടെ കൃഷികളൊക്കെ വളരെ കുറവാണ് ഈ തവണ എന്നുള്ള രീതി പറഞ്ഞായിരുന്നു കേട്ടോ. ഇത് തക്കാളിയാണ് നിൽക്കുന്നത് കേട്ടോ, ചെറിയ തക്കാളി ചെടികൾ നിൽക്കുന്നു. ഇത് ഏതാണ്ട് ബീൻസ് ആണ്. ഇത് ബീൻസ് നിൽക്കുന്നു. ഇതുണ്ടോ, ഈ നിൽക്കുന്ന മൊത്തം ഈ മത്തങ്ങ കേട്ടോ, പംകിൻ. ഇവിടെ ഈ ഒക്ടോബർ മാസം നമ്മുടെ പംകിൻ എടുത്ത് ഇങ്ങനെ വീടിന് മുമ്പിൽ, അത് ഹാലോവിനുമായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു, പംകിൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നല്ല ഓറഞ്ച് കളറിൽ കട്ട് ചെയ്തിട്ട് അപ്പൊ അത് അതിന് വേണ്ടിയുള്ളതാണ്. ആ സമയത്ത് ഇതിന്റെ വിൽപ്പന ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പണ്ട് അത് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ സാധനം വിളവെടുക്കാറ്. അപ്പൊ അതാണ് ഈ നിൽക്കുന്നത് മത്തങ്ങ. ഇതുണ്ടോ, ഇതിങ്ങനെ നിൽക്കുന്നുണ്ടോ, ഇത് മത്തങ്ങയുടെ കൃഷിയാണ്. നിൽക്കുന്നത് ആ സെയിം സാധനം തന്നെയാണ്. ഇതുണ്ടോ, ഇതും അത് തന്നെയാണ്. ഇവിടെ എന്തോ ഒരു ഇതുണ്ടോ, ഇത് ഈ നില ഉഴുതുന്ന സാധനം കേട്ടോ. നില ഉഴുതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ എടുത്തിട്ടേ ഇതുണ്ടാ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. മണ്ണ് ഇളക്കിയിട്ടേക്കുന്നിടത്തോടെ ഇതിങ്ങോട്ട് പോകുമ്പോ ഇതുണ്ടോ, അത് ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മണ്ണ് ഇളക്കാൻ വേണ്ടി. ഇപ്പൊ ആ മത്തങ്ങയുടെ ഇടയ്ക്ക് ആ മത്തങ്ങ നട്ടേക്കുന്ന സ്ഥലമില്ലേ, അതുവഴിയൊക്കെ ഇതിങ്ങോട്ട് ഇങ്ങനെ ഇതുകൊണ്ട് പുള്ളി ഓടിച്ചേക്കുന്ന കാണുന്നത്.
പിന്നെ ഓടിക്കുകയാണെങ്കിൽ അവർ അത് ഉഴുതാൻ വേണ്ടിയുള്ള സാധനമാണ് ഇതൊക്കെ. ഇതൊക്കെ ഒത്തിരി പഴയതാണ് കേട്ടോ. തടി കൊണ്ടാ അതിന്റെ ഹാൻഡിലൊക്കെ നോക്കിയേ. കേട്ടില്ലേ ഇങ്ങനെ പഴയ. ഇതിവിടെ ഏതാണ്ട് തീ കൂട്ടിയിരുന്ന സ്ഥലമെന്ന് തോന്നുന്നു. നോക്കി തീ കൂട്ടിയിട്ട് തീ കായുന്നതായിരിക്കും ഇവിടെ. ഇതുണ്ടോ ഈ ബെഞ്ചിലിരിക്കും. ഈ ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് ഇവിടെ തീ കത്തിച്ചിട്ട് തീ കായുന്ന ഒരു സ്ഥലം ഇത്. കുറേ തടി കൊണ്ടുണ്ടാക്കിയ കുറേ കൊട്ടകൾ പോലത്തെ സാധനം. ഇത് തടി കൊണ്ടുണ്ടാക്കിയേക്കുന്ന തടിയുടെ വളരെ എല്ലാം തടിയുടെ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. ഇത് ഈ വീടിൻ്റെ മുകൾ ഭാഗം നോക്കി. ഇത് തടിയാണ്. ഇതിൻ്റെ അടിയിൽ വേറെ എന്തൊരു മെറ്റീരിയൽ ഉണ്ട്. തടിയാണ് ബേസിക്കലി ഈ സാധനങ്ങളെല്ലാം. നമ്മൾ അകത്തുനിന്ന് കണ്ട ആ ചൂട് ഹീറ്റിങ്ങിൻ്റെ പുക പോകുന്ന കുഴൽ. ഇത് ചെറിയ ബന്ദിപ്പൂ നിൽക്കുന്നു. ഇതിങ്ങനെ ഉഴുതു മറിച്ചിട്ടേക്കുക. ഇത് വേറെ എന്തോ കൃഷിയാണല്ലോ ഈ കാണുന്നത്. ഇത് ക്യാരറ്റ്. ഇത് ക്യാരറ്റ്. അവിടെ നമ്മൾ മറ്റേ ഇതുണ്ടായിരുന്നു കേട്ടോ, ഉള്ളി ഉണ്ടായിരുന്നു. ഇത് ക്യാരറ്റാണേ. ഇതുണ്ടോ ഇത് ക്യാരറ്റ് കൃഷി കേട്ടോ. ഈ കാണുന്നത് ക്യാരറ്റ് കൃഷി. അതേ നോക്കി. ഇത് ഒത്തിരി പ്രായമായിട്ടില്ല. ഇത് ക്യാരറ്റാണ്. ഇതെന്താണെന്നറിയോ? ബീട്രൂട്ട്. ഇത് ബീട്രൂട്ടിന്റെ കൃഷിയാണ്. ബീട്രൂട്ട് ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതാവുള്ളൂ. ഇത് ബീട്രൂട്ട്. നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ. ഏതാ? അതെ, സ്പ്രിംഗ് ഒണിയൻ. ഒരു റോയല്ല, അത് അവിടെ കുറച്ച് നട്ടിട്ടുണ്ട്. ഇവിടെ ഇതുണ്ടോ? ഇത് സ്പ്രിംഗ് ഒണിയൻ. ഇത് കണ്ടോ പറിച്ചിട്ടേക്കുന്നുണ്ടോ? നോക്കി ബീട്രൂട്ട്. ഓ കൊള്ളാം. ഞാൻ വിചാരിച്ചത് ഇത് തക്കാളിയാണ്. ഇത് പക്ഷേ ഇത് ബീട്രൂട്ടാണ്. ഇതിപ്പോഴും വർക്ക് ചെയ്യുന്ന കേട്ടോ. ഈ സാധനം ഇപ്പോഴും വർക്ക് ചെയ്യുന്ന. നമ്മളിവിടെ വരുമ്പോഴേ ഇങ്ങനെ ഇത്തരത്തിലുള്ള ചില കേട്ടോ ട്രാക്ടറൊക്കെ കാണാം ഇവിടെ. അത് നോക്കി വളരെ രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗിയറൊക്കെ ഈ കാണുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതുണ്ടോ? ഇത് ഈ നില ഉഴുതുന്ന സാധനമാണ്. അതിൻ്റെ ബാക്കിൽ മറ്റേ മണ്ണ് പറിക്കാൻ മറ്റേ മുള്ളു പോലെ സാധനം. നല്ല രസമുണ്ട്. അടിപൊളി. കാണാനായിട്ടൊരു നല്ല ഭംഗി. Okay, well, I've been here for 37 years, I guess now. And for the first 25 years, we farmed with horses. We had no motors, nothing like this. Oh, okay. Everything was by hand, and all of the old implements that we use are still here. Like that wagon, and cultivators, hay wagons, plows, all horse-drawn. And we moved the buildings in. This is the old Gully River Pioneer Church, and it was built in the 1920s. It was endangered, so we took it here and restored it to what you see today. And this old log house here, it's a designated historic site. It's the only log home to be saved in Sault Ste. Marie. And we've renovated it, fixed it up a little bit. And we fenced the place all with rail fencing. Took forever. I'm still doing it. I got to live 5 years beyond death to finish fencing the farm. And I don't know what else to tell you. What are the main cultivations? Well, what we do is we do school tours, we do hay rides, we do company picnics. We used to have a corn maze for years. We don't anymore since I got old. And this is a pumpkin patch here. We do a lot of fall decorator items. And we have a market garden where we set up tables out on the road, and we sell Christmas trees. You probably went for a walk in them back there. Okay, Christmas trees. And we used to make maple syrup. We used to do a lot of things before I got old. Now we only do some things. Okay. So you are the only one person managing everything? I'm one guy, and but I've got a helper, a student I hired for the summer. And my son helps me out. He'll be out here this afternoon for barbecue. Oh yeah, people come all the time, all year long. It's slowed now because of COVID. Yeah, correct. Last year, so. But we took the time to do other things. We went back to field management that they used to use when I was a kid, before chemical fertilizers and pesticides. So we've gone back to that management style in the last couple of years. These fields are sown in buckwheat now, and that'll fertilize the soil for next year. Organic. Yeah, and then we're not completely organic, but we're as green as the land will allow us to be. So
നമ്മളൊരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ, ഇത് ഈ നമ്മൾ കയറി ഫോട്ടോയൊക്കെ എടുത്ത സാധനം ഇത് മഹീന്ദ്രയാണ് കേട്ടോ. ഞങ്ങൾ അപ്പൂപ്പനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം. നോക്കി, നമ്മുടെ മഹീന്ദ്രയുടെയാണ് ഈ കിടക്കുന്ന നമ്മുടെ ട്രാക്ടർ. കൊള്ളാം. അങ്ങനെ ഇവിടെ ഒരു ചർച്ചൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ കൊണ്ടുപോകണേ. ഇതുണ്ടോ, ഇത് ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. ഇതെവിടെ ഒരു പഴയൊരു ഇതുകൊണ്ട് ഇവിടെ ഒരു ഗാർഡൻ ഹൗസ് ഉണ്ടേ. ഇത് എന്ത് മനോഹരമായ സ്ഥലമൊന്നും. ഫ്ലവേഴ്സ് കുറേ ഉണ്ട്. ഓഗസ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും അതെല്ലാം ഭയങ്കര കളർഫുൾ ആയിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു വരെ കൂടി വരേണ്ടി വരും അല്ലേ? ഫ്ലവേഴ്സ് വരുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിരിക്കും. പലതരത്തിലുള്ള കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും. 80 വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ് കേട്ടോ. ഓ, ഇത് നനയ്ക്കാനായിട്ട് പോകണം. These are pumpkins and that's sweet corn in behind. And this field has buckwheat in it to restore the field, and it has crimson clover. Oh. So in this, what you see over here, it looks like a weed patch. Crimson clover in a month and a half, it'll be all red. Mm-hmm. Plants about this high and red. Oh. And it puts nitrogen back in the soil. Oh, okay. So we'll be ready to plant there next year. Mm-hmm. I gotta move my friend here. Okay. ഇത് പംകിനാന്ന് തോന്നുന്നു. നട്ട് വെച്ചേക്കാം. അപ്പം നനയ്ക്കാൻ പോകാന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഓഫ് ചെയ്തു. ആദ്യമേ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു, അതിങ്ങനെ മാറ്റി വെക്കാൻ വേണ്ടി പോകുന്നതാണ്. കണ്ടോ, നല്ല രസമുള്ള സ്ഥലം. ഇതാണ് കാനഡയിലെ കൃഷിഭൂമി. ഇതൊരു സാധാരണ ഫാം കേട്ടോ. അദ്ദേഹം പറഞ്ഞത് പണ്ട് മിഷണറിയൊക്കെ 36 വർഷമായിട്ട് ഇവിടെയുള്ള മനുഷ്യനാണ്. 80 വയസ്സ് പ്രായമുണ്ട്. മിഷണറി ഒന്നും ഇല്ലായിരുന്നു 25 വർഷമായിട്ട്. അപ്പം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായതുള്ളൂ മിഷണറിയൊക്കെ ആയിട്ട്. അപ്പം കുതിരേനെയൊക്കെ ഉപയോഗിച്ചായിരുന്നു ഇവിടെ നിലം ഉഴുതുകൊണ്ടിരുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇദ്ദേഹം മാത്രമേ ഉള്ളൂ, പ്രായം ഇത്രയായി. ഇദ്ദേഹം പിന്നെ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സമ്മറിൽ ഒരാളുണ്ട്, ഇനി ഇടയ്ക്ക് മകൻ ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞത്. എന്തായാലും കണ്ടോ, നോക്കി, അദ്ദേഹം അത് ആ സാധനം മാറ്റി വെക്കാൻ വേണ്ടി പോയതാണേ, വെള്ളത്തിൻ്റെ. നമുക്കിമ്മ അവിടെ വരെ പോയാലോ? വാ. ഇവിടെ കുറച്ച് ക്രിസ്മസ് ട്രീ ഉണ്ട് ഈ ഭാഗത്ത്. ഇതുണ്ടോ, ഇവിടെ കുറച്ച് ക്രിസ്മസ് ട്രീ ഉണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് ആ ഭാഗത്തേക്ക് കുറച്ച് ക്രിസ്മസ് ട്രീ ഉണ്ട്. ആ ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്ക് ഡിസംബറിൽ വന്നാൽ കട്ട് ചെയ്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞത്. ഇതുണ്ടോ, ഇത് നല്ല അടിപൊളിയല്ലേ? പക്ഷെ കുറേ കാട് കയറി. അദ്ദേഹം പറഞ്ഞു ഒരുപാട് കൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഒരുപാട് കൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പം വളരെ കുറച്ച് കൃഷിയുള്ളൂ എന്നാണ് പറഞ്ഞത്. താങ്ക് യു. ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ കട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സീസൺ ഉണ്ട്. ഇതൊക്കെ ഇവര് മെയിൻ ആയിട്ടും ഈ അപ്പച്ചനൊരു ഡോണറാണ്, ക്രിസ്മസ് ട്രീ സപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഇപ്പൊ നിൽക്കുന്നുണ്ടോ ചെറിയ ക്രിസ്മസ് ട്രീ അല്ലേ? നമ്മളൊക്കെ അവിടെ നാട്ടിൽ കാശ് കൊടുത്ത് മേടിക്കുന്ന അതേ ഷേപ്പായി സാധനത്തിന് കേട്ടോ. ഇത് വെറുതെ നിർത്തിയേക്കുന്നല്ല. ഇത് നോക്കിയേ, ഇതെല്ലാം വെട്ടി നന്നായിട്ട് നിർത്തിയേക്കുന്ന. അങ്ങ് നോക്കിയേ, ഇതുണ്ടോ, വെട്ടി നിർത്തിയേക്കുന്നുണ്ടോ? ഇതെല്ലാം നന്നായിട്ട് വെട്ടി മനോഹരമായിട്ട് നിർത്തിയിട്ടുണ്ട്. ഒരു നാട്ടും പ്രദേശത്തെത്തിയ ഒരു ഫീലിംഗ്. നമ്മുടെ സ്വീറ്റ് കോൺ ആണ് കേട്ടോ. സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോളം അല്ലേ? ചോളം. ഈ നിൽക്കുന്ന മൊത്തം സ്വീറ്റ് കോൺ ആണ്. ഇതിങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. 1 മാസം കൂടെ കഴിയുമായിരിക്കും ഇതൊക്കെ വളർന്ന് വരാനായിട്ട്. ഇവിടെ ഭയങ്കര അതിപുരാതനമായ ചില മെഷീനുകൾ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ മെഷീനറി അല്ല, തടിയാണ്. ഈ കാണുന്നതൊക്കെ തടിയാണ്, താഴെ കാണുന്ന ഇരുമ്പാണ്. ഇത് ഒരുപാട് നാളുകൾക്ക് മുമ്പുള്ളതാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ മെഷീനറീസൊക്കെ വരുന്നതിന് മുമ്പുള്ള ചില പണിയായുധങ്ങൾ ഉള്ള. നോക്കി, കോൺ ഇവിടെയുണ്ട്. അവിടെ എന്തൊക്കെയോ കോണുകൾ ഇങ്ങനെ കോൺ നട്ടിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് കോണോ അത് കോണോ. ഈ പ്രായത്തിലും ഈ പുള്ളി കൃഷി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് പ്രായമായി, പക്ഷെ അതിനനുസരിച്ച് കൃഷിയുടെ അളവ് കുറച്ചതേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ആളുകൾ ഇവിടെ വന്ന് ഇപ്പോൾ ഈ കോവിഡൊക്കെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ സീസണിൽ സാധാരണ ഇഷ്ടംപോലെ ആളുകൾ വരുന്നതെന്ന് പറഞ്ഞത്. ഇത്തവണ ആളുകൾ വരുന്നുണ്ട്. ഞങ്ങൾ വന്ന് ഇപ്പോൾ നട്ടുച്ച സമയത്തായതുകൊണ്ടാണ്. ഇന്ന് നല്ല ചൂടുള്ള ദിവസമാണ്. അപ്പം ഒരു വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പം കുറച്ചുകൂടി ആളുകൾ വരാൻ സാധ്യതയുണ്ട് ഇവിടെ.
ഈ വേലി കെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല, ആകെ 2 കമ്പിയേ ഉള്ളൂ. ഈ 2 കുറ്റിയോടെ കുഴിച്ചിട്ടു, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഈ സാധനം വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കുന്ന. ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ കുറേ അധികം സംഭവം കണ്ടു കേട്ടോ. അതുകൊണ്ടോ ഈ മരക്കുറ്റികൾ കുറേ കണ്ടു. ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ തീ കൊട്ടി വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് കായാനൊക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കേട്ടോ, ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം, തീ കായ, രാത്രിയിൽ ഇരിക്കാം, ക്യാമ്പ് ഫയർ ഒക്കെ ഇടാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഇത് പല ഫംഗ്ഷനുകൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് പാർട്ടികൾക്കൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ കോവിഡൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വെഡ്ഡിങ്ങും പാർട്ടികളും കാര്യങ്ങളും നടക്കുന്നില്ലായിരുന്നല്ലോ. അപ്പം ഇതൊക്കെ വെട്ടിത്തെളിച്ച് ഇവിടെ ഇത് കൊടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. നേരത്തേക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്ന പല കമ്പനികളുടെ പാർട്ടീസ് അല്ലെങ്കിൽ പിക്നിക്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടന്നതാണ്. ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ എന്തുമാത്രം ചെടികളാണെന്ന് നോക്കി. കാട്ടുപൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുണ്ടോ? കാട്ടുചെടികളാണ്. അപ്പം പിന്നെ പുള്ളിയോട് സംസാരിച്ച പുള്ളി പറഞ്ഞത് ഇത് പകുതിയും പുള്ളി കളയാതെ നിർത്തിയേക്കുന്നതാണെന്ന് പറഞ്ഞത്. കാരണം ഇത് നല്ല പൂക്കളായിട്ട് ഇങ്ങനെ വന്ന് നല്ല ഭംഗിയാന്ന് പറഞ്ഞത്. ഒരുപാട് കളേഴ്സ് ഉള്ള പൂക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയേക്കുന്നതാണ്, വെട്ടിക്കളയാതെ നിർത്തിയേക്കുന്നത്. നമ്മളോർക്ക് ഇതെന്താ കാട് പിടിച്ച് കിടക്കുന്നത്, പക്ഷേ കാടല്ല, അത് പുള്ളി അതിങ്ങനെ നട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നുള്ളതാണ്. ഇതിങ്ങനെ വളരെ പുരാതനമായിട്ടുള്ള ഒരു ഫാം ഹൗസാണ് കേട്ടോ ഈ കാണുന്നത്. വളരെ പുരാതനമായിട്ടുള്ള ഫാം ഹൗസ്. ഇത് ഇവിടെ നമുക്കിരുന്ന് ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യം, ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യം, അടിപൊളി. ഇത് നൈസ് പരിപാടിയാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് രാത്രികളിലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്ന് നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ തീയിടുക, സാധനം വെക്കുക, കഴിക്കുക അല്ലേ? ഈ അടുത്ത ദിവസം കണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാർബിക്യൂ ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു. നീ ഇങ്ങോട്ടേക്ക് നോക്കി, ഈ വീട് വല്ല ഇടിഞ്ഞു പൊളിഞ്ഞു സംശയമുണ്ട്. അതിപുരാതനമായിട്ടുള്ള വീട് കേട്ടോ, തടികൊണ്ടല്ലേ ഫുള്ള് വീട്. ഇവിടെ ഇങ്ങനെ കുറെ ചെടികൾ വെപ്പുണ്ട്, പലതരത്തിലുള്ള ചെടികൾ വെപ്പുണ്ട്. ഇവിടെ ചെടികളുണ്ട്, കയറി വരുന്നുണ്ട്. ഇത് മൊത്തം തടിയാണ്. ഈ കസേരയൊക്കെ നോക്കി, പുള്ളി 35 വർഷമായി ഇവിടെ വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഈ കസേരയ്ക്ക് ഒരു 35 വർഷത്തെ പഴക്കം കാണും എന്തായാലും 35 വർഷത്തെ പഴക്കമുണ്ട് കസേരയ്ക്ക്. ഇത് പഴയ ഇവിടത്തെ സ്റ്റൗ ആണ് കേട്ടോ, അല്ലേ? നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കിന്റെ ഒക്കെ സ്റ്റവിന് ഇപ്പൊ നമ്മൾ ഇലക്ട്രിക്കിന്റെ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കിന്റെ ഒക്കെ സ്റ്റൗ ആണ് നമ്മളിപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള. പക്ഷെ നോക്കി, ഇത് പഴയതാ. ഇതിന്റെ താഴെയുള്ള ഓവന് ഇത് കണ്ടോ, നോക്കി. ഇതിന്റെ മോഡേൺ വേർഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇത് തുറക്കാം, ഇതുണ്ടല്ലേ, ഇത് ഇവിടെ വെക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇതിന്റെ അടിയിൽ കൽക്കരി വല്ലതും ഇട്ട് കത്തിക്ക് വരുന്ന എനിക്ക് തോന്നുന്നത്. ഇതിന്റെ അടിയിലിട്ട് തുരുമ്പാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് കൊള്ളാം എന്തായാലും. ഫുള്ളാ ഇരുമ്പെന്ന് പറഞ്ഞാൽ പക്ക ഇരുമ്പ്. ഇത് തടിയാണ്, നല്ല കട്ടിയുള്ള നല്ല വലിയ തടിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സാധനമുണ്ട്. ഇത് സിമെൻ്റ് അല്ല, സിമെൻറ്റ് പോലെ എന്തോ ഒരു സംഭവമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയോ പാർട്ടികളും കാര്യങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞേ. നമ്മളിതിനകത്തേക്ക് തുറന്നൊന്ന് കയറുവാണേ. ഇതുണ്ടോ, ഇതിപ്പം റിനോവേറ്റ് ചെയ്താന്ന് പുള്ളി പറഞ്ഞായിരുന്നു. റിനോവേഷൻ നടത്തി ഇത് അപ്പം നമുക്കിപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ ഒരുമിച്ച് വന്ന് ഇവിടെ എന്തെങ്കിലും പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മീറ്റിംഗ് ഒക്കെ കൂടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്യാന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംഭവം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് സ്നോ ഷൂവ്, ഈ തടി നോക്കി, ഇതുണ്ടോ, ഇതിൻ്റെ മുൾഭാവം മുഴുവൻ തടിയല. കുറച്ചൊക്കെ മോഡേൺ ആക്കിയിട്ടുണ്ട്. ഇത് ഈ അടുത്ത കാലത്തൊക്കെ ഈ സംഭവമൊക്കെ എല്ലാം ഈ അടുത്ത കാലത്ത് വന്നതാണ്. ഇതെന്തിനുള്ള സംഭവമാണോ? ഇതെന്തോ ഉണ്ടോ, ഈ ചിലൊക്കെ പുതിയതായിട്ട് പിടിപ്പിച്ചതാ. ഈ വാതിലുകളൊക്കെ ഇതൊക്കെ പുതിയതാണ്. പുള്ളി പറഞ്ഞായിരുന്നു എന്തോ റിനോവേഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. അടിപൊളി. ഇത് നോക്കിയേ, ഇവിടെ രണ്ടെണ്ണെ കണ്ടോ, ഇത് കണ്ടോ. ഇതെനിക്ക് തോന്നുന്നു ഹാലോവീൻ പാർട്ടിയുടെ വല്ലതും ആയിരിക്കും. ഇത് കല്ലറയുടെ, ഇത് ഹാലോവീൻ പാർട്ടിക്ക് വല്ലതും ചെയ്തതായിരിക്കും. ഇത് കുഞ്ഞു പിള്ളേർക്ക് ഇരിക്കുന്ന കസേര കേട്ടോ, ഇരിക്കാൻ അടിപൊളിയാണല്ലോ. കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കുട്ടി കയറി ഇരിക്കുന്നുണ്ടോ. ഇങ്ങനെ വേറൊരു വൈബാട്ടോ, ഇങ്ങനെ വന്നിരിക്കുക. ഈ സ്ഥലങ്ങളും ഈ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട്
ഒരു ബഹളവും ഇല്ല. ഇത് ശരിക്കും സൂസൻ മേരിന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് ടൗണിൽ തന്നെയാണ് കേട്ടോ. ടൗണിൽ നിന്ന് ഒരുപാട് അകലവും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമുള്ളൂ ഇങ്ങോട്ടേക്ക്. ടൗണിൽ നിന്നൊരു 2 കിലോമീറ്ററിൽ കൂടുതലൊന്നുമില്ല. ആ ടൗണിൽ തന്നെയുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം. നമുക്കിങ്ങനെ വന്നിരുന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് കയറുന്നതിന് വലിയ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ അവരൊരു സംഭവം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വലിയൊരാൾക്ക് $6 ഉണ്ടെങ്കിൽ $6 ഇടുക, കിട്ടില്ല ഇപ്പൊ ആരും ചോദിക്കാനൊന്നുമില്ല. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞത് ഇതിനകത്തേക്ക് കയറുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്. നമ്മളിപ്പോ വന്നിട്ട് രാത്രി പോയാലും പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഭയങ്കര മനോഹരം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലം. പച്ചപ്പുണ്ട്, കൃഷിയുണ്ട്, നമുക്ക് ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കാം. ഇതുണ്ടോ, ഇത് മുകളിലേക്കൊക്കെ നോക്കി ഈ സാധനത്തിന്റെ ഇതുണ്ടോ, ഇതൊക്കെ തടി കൊണ്ടാ കൊറേയൊക്കെ പോയി കേട്ടോ. എന്നാലും ആ പഴമ ഇങ്ങനെ ഇപ്പോഴും നിക്കുന്നുണ്ട്. ഈ തടിയൊക്കെ കണ്ടോ, ഇപ്പത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിള്ളേരെയൊക്കെ കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് പ്രായമായി എന്നാലും വിട്ടുകളയാൻ മനസ്സിലാത്തോണ്ട് പുള്ളി ഇങ്ങനെ ഇത് വീണ്ടും കൊണ്ടു നടക്കുന്ന വളരെ നല്ല. പുള്ളിയുടെ തന്നെ ബോബ് എന്നും കണ്ടോ, പുള്ളിയുടെ ബോബ് എന്നാണ് ആ മനുഷ്യന്റെ പേര് കേട്ടോ, ബോബ്. യുടെ ചെറിയ തയ്യ് പറിച്ചോണ്ട് പോവാം, നമുക്ക് വെട്ടിക്കൊണ്ട് പോവാം. ഇതൊക്കെ വെട്ടിക്കൊണ്ട് പോയതാട്ടോ. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ വെട്ടിക്കൊണ്ട് പോയതിന്റെ കുറ്റികൾ കണ്ടോ, ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ വെട്ടിക്കൊണ്ട് പോയതാ. ഇവിടെ നിന്നൊക്കെ വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീകൾ വെട്ടിക്കൊണ്ട് പോയതിന്റെ ചില സംഭവങ്ങളൊക്കെ കാണാം. ഇവിടെ എന്തോ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് സംഭവം എന്നുള്ളതിനെ കുറിച്ച് പിടികിട്ടുന്നില്ല, ചോദിക്കാനും മറന്നുപോയി. ഇവിടെ എന്തോ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ ലൂസിഫറിലെ പള്ളി, ഇത് ലൂസിഫറിലെ പള്ളി പോലെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ എന്തൊക്കെയോ പഴയ, ഇത് വളരെ പഴയ ഒരു മിഷനറിയാണ് ഈ കിടക്കുന്നത്. ഇത് എന്ത് സംഭവം എന്നുള്ളതിനെ കുറിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. എല്ലാം തുരുമ്പെടുത്ത് നശിച്ചു. ഇങ്ങനെ കിടക്കണമൊക്കെ. ഇത് അത്യാവശ്യം വലിയ സംഭവമായിരുന്നു കേട്ടോ. ഇതെന്തോ വലിയ സംഭവമായിരുന്നു. എനിക്ക് തോന്നണം ഇത് വല്ലോ ഈ ചോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന സംഭവമായിരിക്കും, മെഷീനായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നത്. നില ഉഴുതുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതേലാണ് കുതിരക്കാരൻ കയറി ഇരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. കണ്ടില്ലേ, കുതിരനെ ഇവിടെ ഇങ്ങനെ വലിച്ച് കെട്ടും, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഇവിടെ ഫാമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ലൊരു കഷ്ടപ്പാടാണ്. എന്തോരം ഏക്കർ സ്ഥലമായി കിടക്കുന്നത്. അല്ല ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റേ മോഡേൺ മിഷനറീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം മെഷീനറീസ് ഉപയോഗിച്ച് ചെയ്യാം. ഇത് പക്ഷേ പുള്ളിക്ക് പ്രായമായതുകൊണ്ട് പുള്ളി അങ്ങനെ കാര്യമായിട്ട് ചെയ്യുന്നില്ല. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുകൊണ്ട് ഇതൊരു ഒരു പള്ളിയാണ്. നോക്കി, ഒരു ചെറിയ ചാപ്പൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുന്നത്. ഇതിനകത്തേക്ക് അപ്പം കയറി നോക്കാമായിരിക്കും. നമുക്ക് തുറക്കാൻ പറ്റുമോ നോക്കാം. തുറന്നു കഴിഞ്ഞൊന്ന് കയറി ചിലപ്പോൾ വരും. തുറക്കാൻ ഇതാണ് കേട്ടോ നമ്മൾ ആ പള്ളിക്കകത്തേക്ക് കയറി. ഇപ്പം ഇത് ഉപയോഗിക്കുന്നത് ചെറിയ പാർട്ടികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടോ, പാർട്ടികൾക്ക് വേണ്ടി. ഇവിടെ ഈ പഴയ ഫാമിൻ്റെ ഇത് കാണാം കേട്ടോ. മോക്കിംഗ് ബേർഡ് ഹിൽ ഫാം 2017 ഒരു കാഴ്ചയാണിത്. വിന്റർ സീസണിലെ ഇത് ഈ മനുഷ്യന്റെ മകനായിരിക്കും അവർ. പക്ഷേ ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മളാ കണ്ട കുതിരവണ്ടി പോലത്തെ സാധനം അത് കിടക്കണ നോക്കി. ഇത് അതിൻ്റെ ഈ ചാപ്പലിൻ്റെ ആ പുറകിൽ നിന്നുള്ള ഒരു ഫോട്ടോയാണ്. ഇവിടെ ഡൊണേഷൻസ് കൊടുക്കാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ അവിടെ കണ്ടില്ല, ഒരു പഴയ ഇതിൻ്റെ അകത്തും പഴയ സംവിധാനമാണ് കേട്ടോ. ഇവിടുത്തെ പഴയ സംവിധാനമാണ്. ഇതിനകത്ത് ചൂട് ഹീറ്റിംഗ് സിസ്റ്റം ഇതുണ്ടോ, ഇതാണ് പഴയ സിസ്റ്റം. പഴയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ വിറകെടുക്കും, ഇതിനകത്തിടും, കത്തിക്കും. ആ വിറകെടുത്ത് ഇതിനകത്തിട്ട് കത്തിക്കും. ഇപ്പം വിറകെടുത്ത് ഇതിനകത്തിട്ട് കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിനെങ്ങനെ അടച്ചു വയ്ക്കും. എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് മുഴുവൻ ചൂടാകും. ഇത് ചൂടാകും, ഈ സാധനം മുഴുവൻ ചൂടാകും. അങ്ങനെ ചൂടായി കഴിയുമ്പോൾ ഈ ഹോള് മുഴുവൻ ചൂടാകും. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല, ഇപ്പോഴത്തെ ഇലക്ട്രിക് ആണ്. സ്വിച്ച് ഇട്ടാൽ മതി, എന്നിട്ട് നമുക്ക് ചൂട് കുറയ്ക്കാൻ കൂട്ടുകയും ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ചൂട് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാൻ പറ്റില്ല. ചൂട് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണമെങ്കിൽ ഇതിനകത്ത് വിറകിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടി വരും. ഇവിടെ വിറകിരിപ്പുണ്ട്, കണ്ടില്ലേ? ഇത് വിറക് ഇങ്ങനെ അടിപൊളിയായിട്ട് ഒരു ഷേപ്പിലൊക്കെ ഇങ്ങനെ വെട്ടി കയറി വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കുതിരവണ്ടി കിടക്കുന്നുണ്ട്. നാളെ മുമ്പിലൊരു കുതിരവണ്ടി കണ്ടായിരുന്നു.
തോന്നുന്നു. ഇതുണ്ട് ഒരു കുതിരവണ്ടി കിടക്കണം. അത് ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. നമുക്ക് എന്തായാലും ഇതിലൊന്ന് കയറി നോക്കാം. ഇങ്ങനെ കയറി ഇതിപ്പോ ചുമ്മാ ഡിസ്പ്ലേ ചുമ്മാ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന ഇതിലിങ്ങനെ കയറി ഇരുന്ന് കുതിരക്കാരൻ ഇവിടെ ഇത് ഉള്ള കേട്ടോ. ഇത് ഭയങ്കര ഇത് എയർ സസ്പെൻഷനാണ്. ഇത് ഇങ്ങനെ ഇരുന്ന് കുതിരേനെ ഇങ്ങനെ മുമ്പിൽ കെട്ടും. കുതിരേനെ ഇങ്ങനെ മുമ്പിൽ കെട്ടിയിട്ട് പുറകിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനം ഉണ്ട്. ആളുകൾക്ക് ഇരിക്കാനല്ല, ഇവിടുത്തെ സംഭവങ്ങളൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ കേട്ട് മുമ്പിൽ ഇങ്ങനെ കുതിരേനെ കെട്ടും. ആ കുതിരേനെ കെട്ടി ഇങ്ങനെ അടിച്ച് ഓടിച്ചോണ്ട് പോകും. കൊള്ളാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഫോട്ടോ എടുത്ത് നമ്മൾ മടുക്കും. ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനുള്ളത്. ഇതുണ്ടോ, ഇതാ പഴയ കുതിരവണ്ടിയാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, അതിൻ്റെ ഇത് തടി ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഇരുമ്പിൻ്റെ പട്ടയാന്ന് തോന്നുന്നു. ഇതേ മോക്കിംഗ് ബേർഡ് ഹിൽ ഫാം എന്ന് പറയുന്ന ഫാമിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, ഇവിടെ ഇതിപ്പോൾ ഈ സ്ഥലം വെറുതെ ഇങ്ങനെ തരിശായിട്ട് കിടക്കും കേട്ടോ. പക്ഷേ ഇതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഫെൻസിങ് നോക്കി വേലി കെട്ടിക്കുന്നുണ്ടോ. ഇതിങ്ങനെ വന്ന് കയറി ഇറങ്ങി 15 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞു ഈ സാധനത്തിന്. വേലിക്കല്ലേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല അത് ആ മോഡലാണ്. അത് തന്നെ. ഇത് ഈ കുതിരേനെ കൊണ്ട് വലിപ്പിച്ചുകൊണ്ടിരുന്ന മെഷീനാട്ടെ കാണുന്നേ. അല്ല മെഷീനല്ല, ഇത് എനിക്ക് തോന്നുന്നത് ഇത് എനിക്ക് തോന്നുന്നത് തറ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതെടുത്ത് കുതിരവണ്ടിയിലേക്ക് വെക്കും. ഇത് പക്ഷേ ഉണ്ടല്ലോ ഇപ്പോഴും ഇതിനൊരു കുഴപ്പമില്ലെന്നുള്ളതാണ്. ഇതേ കയറി ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ ഇപ്പം നേരെ ആക്കിയാൽ അതുകൊണ്ടല്ലേ ഇങ്ങനെ കയറി ഇരിക്കും. എന്നിട്ട് ഇതിങ്ങനെ ഉരുളുവാണല്ലോ, അതിൻ്റെ അറ്റത്ത് അവിടെ കുതിരേനെ കിട്ടും. എന്നിട്ട് ഇവിടെ ഒന്നിങ്ങനെ അടിച്ചടിച്ച് ഓടിച്ചാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ കുതിരയുടെ പുറത്തും ഇരിക്കാം, ഇങ്ങനെ പോവുകയും ചെയ്യാം. നമ്മൾ വന്ന് വേറെ ഒരു സാധനം കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഈ സൈഡ് ഇതിങ്ങനെ താന്നിരിക്കുന്നതാ. ഇതിങ്ങനെ കുതിരേനെ മുമ്പിൽ കിട്ടും. എന്നിട്ട് ഞാൻ ആലോചിക്കും ഇതെന്തിനാ ഈ ബോക്സ് ആണ്. ഇവിടെ ബോക്സിനകത്ത് നല്ല കട്ടിയുള്ള കുറേ കല്ലിട്ട് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? അതായത് കുതിര വണ്ടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ വെയിറ്റ് കൊണ്ട് ഇതിങ്ങനെ നന്നായിട്ട് മണ്ണിലേക്ക് ഇറങ്ങണം, അമങ്ങിയിരിക്കണം. അപ്പോഴല്ലേ മണ്ണിങ്ങനെ ഇത് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ വെയിറ്റ് കൊണ്ട് ഈ സംഭവം മണ്ണിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ കുതിര വലിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ ഇത് പുറത്തല്ല മേളിലല്ലേ നിൽക്കുള്ളൂ. അതിന് വേണ്ടിയാണ് ഈ വെയിറ്റിന് വേണ്ടിയാണ് ഈ സാധനം ഇട്ടേക്കുന്നത്. ഇതുണ്ട്, ഇതും അതുപോലെ തന്നെ. നമുക്കിവിടെ കയറിയിരിക്കാം, നമുക്ക് ഓടിക്കാം. ഇവിടെ കയറിയിരിക്കാം, ഓടിക്കുകയും ചെയ്യാം. ഇത് നല്ല ലോഡ് കൊണ്ടുവന്നതാണോ അല്ലേ? ആവശ്യത്തിന് സ്പേഷ്യസ് ആണ്. ഇതുണ്ടോ, ഇതിവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. നല്ല ഭയങ്കര സ്ട്രോങ് ആയി സംഭവം. ടയറൊക്കെ നല്ല വലിയ ഹെവിയാണ്. അല്ല ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഈ സാധനത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇത് കുതിര വലിക്കുന്നതല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇതാ ട്രാക്ടറെ കെട്ടി വലിക്കുന്ന സാധനം. ട്രാക്ടറിന്റെ പുറകിൽ ഘടിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന ഇതെന്ന് തോന്നണം. കുതിര കൊണ്ടുപോകില്ല, കാരണം അത്രമാത്രം വെയിറ്റ് ചെയ്തു കേട്ടില്ലേ. വളരെ ഉള്ള പഴയ സംഭവങ്ങൾ, പഴയ രീതിയിൽ തടി കൊണ്ട് ആണി അടിച്ച് ഇതിൻ്റെ അടിയിലൊരു ഇരുമ്പിൻ്റെ ഒരു സംഭവം കാണുന്നുണ്ട്. ആ ഇരുമ്പിൻ്റെ അതേൽ കണ്ടില്ലേ, ആ ഇരുമ്പിൻ്റെ അതേലാണ് ഇതിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഈ കാണുന്നത് നമ്മളെ ആടുകൾക്ക് കാണാനുള്ള അല്ലേ, ആടുകൾക്കും കോഴികൾക്കൊക്കെ കയറിയത് ഈ ഫാം മുഴുവൻ കാണാനുള്ള ഗാലറി അതെന്ന് തോന്നുന്നത്. കുറച്ച് മുമ്പ് അവിടെ ഒരു ആട് കയറിയായിരുന്നു. പക്ഷെ നമുക്ക് അന്നേരത്തെ ചെന്നപ്പോഴത്തേക്കും അത് ഇറക്കി വിട്ടുപോയില്ലായിരുന്നെങ്കിൽ അവൻ്റെ ഫോട്ടോ എടുക്കായിരുന്നു. തടിയുടെ നമ്മളൊക്കെ സിനിമയിലൊക്കെ കണ്ടുള്ളൂ. കുതിരയുടെ വെള്ളം കൊടുക്കുന്ന സാധനമാണ്. എന്താണോ എന്തായാലും വെള്ളം വേണ്ടാത്ത കുറച്ചുണ്ട്. ഫാം ഹൗസ് ഇവിടെ ഇങ്ങനെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ കുതിരവണ്ടിയാണ് കേട്ടോ. അതിപുരാതനമായ കുതിരവണ്ടി അല്ലേ. എന്ത് രസമായത്, പഴയത്. ഇതിവിടെ ചവിട്ടി കയറുന്നതാണ്. ഇതേക്കടെ ഇതേലിങ്ങനെ ചവിട്ടി കയറുന്നു. ഇതേലിങ്ങനെ ചവിട്ടിയിട്ട് നമുക്കിങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കാം. അപ്പം ഇവിടെ ഇരുന്നാന്ന് തോന്നുന്നു കുതിരവണ്ടി ഓടിക്കണേ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓടിക്കായിരിക്കും അല്ലേ. അതോ ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്നതാണോ? അല്ലല്ല, ആള് വലിക്കുന്നല്ല. മുമ്പിൽ കുതിരേനെ കിട്ടും. നമ്മളെ പടം കണ്ടില്ലായിരുന്നു കുറച്ച് മുമ്പ്. മുമ്പിൽ കുതിരേനെ കിട്ടും. അപ്പൊ ഇത് പഴയ കുതിരവണ്ടി കേട്ടോ. അപ്പൊ ഇവിടെ വന്ന് 2-4 പേർക്കിരിക്കാം അല്ലേ. ഈ വെഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഈ സ്ഥലം ഇവർ കൊടുക്കാറുണ്ട്. അപ്പൊ നല്ല കുതിരവണ്ടി എന്തായാലും. ടയറൊക്കെ കണ്ടോ. ഇവിടെ ചവിട്ടി ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയുള്ള, ഇത് ചവിട്ടി ഇറങ്ങാനുള്ളതെന്ന് പറഞ്ഞു. ബ്രേക്കൊന്നും അല്ല, ഇത് ചവിട്ടി ഇറങ്ങാൻ വേണ്ടിയുള്ള. ഇങ്ങനെ ചവിട്ടിയിട്ട് ഇറങ്ങാം ഇവിടുന്ന് ഇങ്ങനെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു കുതിര വലിക്കുന്നതാണേ. ഇവിടെയാണ് കുതിരേനെ കെട്ടുന്നത്.
ഇവരുടെ ബാക്ക് ഇവിടെ വരും, ഇവിടെ കെട്ടും, വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയൊക്കെ ഇവിടെ ഇതെല്ലാം ഉണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞ് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പോഴും നമുക്ക് പോകാം. 3 വയസ്സിൽ താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. അവർക്ക് $6, കിഡ്സിന് $4 ഇതൊക്കെയാണ് കേട്ടോ. ഫോട്ടോസ് എടുക്കാം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ പൈസ ഇടുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ, ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പൈസ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇടുക, ഇതിലേക്ക് ഇട്ടിട്ട് പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി പൈസ കൊടുത്തില്ലെങ്കിലും അവരൊന്നും പറയാലോ. പക്ഷേ നമ്മളെ മര്യാദയ്ക്ക് നമ്മൾ പൈസ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇടുക, പോവുക. അപ്പോൾ അങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ ഒരാൾ പോലും ഇല്ല. കാരണം ഞങ്ങൾ വന്ന സമയം എന്ന് പറയുന്നത് നട്ടുച്ച സമയമാണ്, നല്ല ചൂടാണ്. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ആളുകൾ വരുമായിരിക്കും. പിന്നെ കോവിഡിൻ്റെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നൊക്കെ മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആളുകൾ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മളിന്ന് ഈ പറയുന്ന മോക്കിൻബേർഡ് ഹിൽ ഫാം കാണുന്നതിനായിട്ട് വന്നതാണ്. നമ്മുടെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവിടെ എങ്ങനെയാണ് ഇവർ കൃഷി ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള ഒരുപാട് കൃഷിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഒരു കാലത്ത് നന്നായിട്ട് കൃഷി നടക്കുന്ന സ്ഥലമായിരുന്നു. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഈ അപ്പൂപ്പനെ പരിചയപ്പെടാൻ പറ്റി, ബോബ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് പഴയ കാലത്തെ 35 വർഷമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന ഈ ഫാം നടത്തുന്ന കാനഡയിലെ കർഷകനാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. നടക്കാൻ പറ്റിയല്ലെങ്കിലും ആ കൃഷി ചെയ്യുന്നതിൻ്റെ അകത്തെ ഒരു പാഷൻ എന്ന് പറയുന്നത് വളരെ പോകുന്നുണ്ടല്ലേ. അപ്പോൾ അത്രമാത്രം നന്നായിട്ട് ആ മനുഷ്യൻ അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളൊരു 3 മണിക്കൂറോളം ഇതിനകത്ത് ചിലവഴിച്ചു. ഇനിയും വേണമെങ്കിൽ അവിടെ പോയി ഇരിക്കുമോ, നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, നമുക്ക് എന്തോരം വേണമെങ്കിലും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, സീ യു.